ഈ അടുത്ത കാലത്തൊന്നും ഇതേ കണക്കൊരു ചതി കിട്ടിയിട്ടില്ല. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും, അല്ലെങ്കിൽ പണി കിട്ടും. അമ്പനാട് യാത്രയ്ക്കായി തയ്യാറെടുത്തപ്പോൾ തന്നെ പുനലൂരിലെ തൂക്കുപാലം കൂടി കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്തായാലും തൂക്കുപാലം കാണാൻ വേണ്ടി അവിടെ ഇറങ്ങി. 1877 സ്ഥാപിച്ച ഈ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും തടി കൊണ്ടാണ്. തടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പാലം അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. തൂക്കുപാലം ആകുമ്പോൾ കാട്ടിൽ നിന്നുള്ള ജീവികൾ തൂക്കുപാലം കവർ ചെയ്ത് അടുത്ത പ്രദേശത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ തൂക്കുപാലമായിട്ട് നിർമ്മിച്ചത്. പിന്നീട് പോയത് തെന്മല ചെക്ക് ഡാമിലേക്കാണ്. ചെക്ക് ഡാമിൻ്റെ മുകൾ ഭാഗം കാണാൻ ഒരു നല്ല വ്യൂ പോയിന്റ് കൂടി ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. ഇനി നമ്മുടെ പ്രധാന സ്പോട്ടായ മാമ്പഴത്തറയ്ക്കുള്ള വഴിയാണിത്. മാമ്പഴത്തറയ്ക്കുള്ള വഴിയിൽ ധാരാളം കൃഷിയിടങ്ങൾ കാണാൻ പറ്റും. കൂടുതലായി ഇവിടെ കൃഷി ചെയ്യുന്നത് പൈനാപ്പിൾ തോട്ടങ്ങളാണ്. പൈനാപ്പിൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മേടിക്കാനും പറ്റും. കൂടാതെ റബ്ബറിൻ്റെ കൃഷിയും ഇവിടെ ഉണ്ട്. ഒഴിഞ്ഞ ഒരു പ്രദേശമാണ്. റോഡൊക്കെ വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് യാത്രാസുഖമൊന്നും കിട്ടത്തില്ല. നല്ല സസ്പെൻഷനുള്ള വണ്ടിയാണെങ്കിൽ മാത്രം ഇതുവഴി യാത്ര ചെയ്താൽ മതി. ഞങ്ങൾ പോയതാകട്ടെ സസ്പെൻഷൻ ഇല്ലാത്ത വണ്ടി. ഇനി കാണുന്നത് സാധാരണ കാണുന്ന മലഞ്ചെരിവ്, പിന്നെ കൊച്ചു കൊച്ചു പാടങ്ങൾ, അതൊക്കെ തന്നെ. ഈ റോട്ടിൽ കൂടി വണ്ടി ഓട്ടിച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു ഏകദേശം തീരുമാനമാകുമെന്ന് എനിക്ക് മനസ്സിലായി. അലൈൻമെൻറ്റൊക്കെ പോവും. അതുകൊണ്ട് ഒരു ചെറിയ സർവീസും കൂടെ ആവശ്യമായിട്ട് വരും ഈ യാത്ര കഴിയുമ്പോഴത്തേക്ക്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നിങ്ങൾ വരുന്നെങ്കിൽ മഴ കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞ് വന്നാലും മതി. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽപ്പെടും. ഇപ്പോൾ ഈ സമയത്തൊക്കെ, ഞാൻ ഇപ്പം പോയതിപ്പോൾ നല്ല വേനൽക്കാലത്താണ്. ആ സമയത്തൊക്കെ പോയാൽ വെള്ളമൊക്കെ വറ്റി വളരെ ഉണങ്ങി കിടക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു സുഖമൊന്നും കിട്ടത്തില്ല. മഴ കഴിഞ്ഞ് 1 മാസം മഴയത്ത് പോകാനും പറ്റത്തില്ല, ആകെ വിഷയമാവും. മഴയൊക്കെ കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് അതുവഴി പോവുകയാണെങ്കിൽ നല്ല കാഴ്ചയും സുഖമൊക്കെ കിട്ടും. നല്ല തണുപ്പുമായിരിക്കും. ഉച്ചയ്ക്കൊക്കെ മുമ്പേ അവിടെ എത്താൻ ശ്രമിക്കുക. ഇനി നമ്മുടെ യാത്ര തുടരുകയാണ്. ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം. പിന്നെ വേറൊരു കാര്യം, ഇത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സമയമാണ്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ വീണ്ടും കാണുക. ഇനി അടുത്ത കാര്യത്തിലിട്ട് വരാം. ഇതാണ് അമ്പനാട് എസ്റ്റേറ്റിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ നിന്നാൽ കുറച്ച് തേയിലത്തോട്ടവും വളരെ ദൂരെയുള്ള മലനിരകളും മറ്റും കാണാം. അമ്പനാട് എസ്റ്റേറ്റിൽ കയറുന്നതിന് 100 രൂപയാണ് പെർ ഹെഡ് ചാർജ്. അത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചാർജില്ല എന്നാണ് പറയുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് ഒരു 4-5 വ്യൂ പോയിൻ്റും ഉണ്ട്, വളരെ നല്ല സ്ഥലം ആണെന്നൊക്കെ രീതിയിലാണ് അവിടുത്തെ വാച്ചർ നമ്മളോട് പറയുന്നത്. പിന്നെ ചെന്ന് കയറുമ്പോഴാണ് ബാക്കി കാര്യം മനസ്സിലാവുന്നത്. ഇപ്പോഴും നമുക്കൊരു സമർത്ഥനായ ഡ്രൈവറെ കൂടെ കരുതുക. കാരണം ഈ വഴിയിൽ നമ്മൾ യാത്ര ചെയ്ത് പകുതിയാകുമ്പോഴത്തേക്ക് അവിടെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ തന്നെ ഉണ്ട്. ഒരു പറയും അങ്ങോട്ട് പോവല്ലേ, അവിടെ ആനയുണ്ട് എന്ന് പറയും. ഇനി എന്താ വേണ്ടിയുള്ള, ഇനി തിരിച്ചു പോവുക, അത് തന്നെ മാർഗം. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് ഒരു പ്രശ്നമില്ല, കയറിപ്പോക്കോളാന്. കൂടാതെ തിരിച്ചു വന്ന ഒരു പാർട്ടി ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു, ഈ പൈസയൊന്നും എടുക്കല്ലേ, വളരെ കളിപ്പിപ്പാണെന്ന്. പക്ഷേ ഇവർ എന്ത് പറഞ്ഞാലും വിട്ടടിച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും.
ഇങ്ങനെ അങ്ങോട്ട് പോവല്ലേ ആനയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രൈവർ ഒന്ന് പതറും. അങ്ങനെ ഈ മത്സരബുദ്ധിക്കാരായ ഡ്രൈവർമാരുണ്ടെങ്കിൽ ചിലപ്പം അതുവഴി കറങ്ങിയൊക്കെ പോകാൻ പറ്റും. ഈ കാട്ടിലൂടെ വണ്ടി ഓടിച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ പിന്നെ മടങ്ങി വരിക എന്നുള്ള മാർഗ്ഗമല്ലാതെ വേറെ ഒന്നും നമ്മളെ മുന്നിലില്ല. അതുകൊണ്ട് എപ്പം അവർ വാണിംഗ് തരുന്ന അപ്പം നിർത്തി തിരിച്ച് പൊക്കോളുക. അങ്ങനെ ഉദ്ദേശിച്ച് അങ്ങോട്ട് ചെല്ലാവൂ. പിന്നെ പ്രത്യേകിച്ച് തേയിലത്തോട്ടം അല്ലാതെ വേറെ ഒന്നും നമ്മുടെ കണ്ണിൽ ഉടക്കത്തില്ല. പ്രധാനമായിട്ട് ആന ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ആനയും ഒന്നും കണ്ടതൊന്നുമില്ല. എടുത്തു പറയേണ്ടുള്ളൊരു കാര്യമുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയായാലും തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അത് ഒരു എക്സ്പീരിയൻസാണ്, ഒരു നല്ല എക്സ്പീരിയൻസാണ്. കാരണം AC-യിൽ നിന്ന് വരുന്ന കണക്കത്തുള്ള തണുപ്പ് വരുന്നുണ്ട്. അത് രാവിലേക്ക് ആണെങ്കിൽ വളരെ നല്ല തണുപ്പായിരിക്കും വരുന്നത്. തുടർന്നുള്ള യാത്ര സ്റ്റോപ്പായതുകൊണ്ട് വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് വെച്ച് പിടിച്ചു, മീൻപിടിപ്പാറ. നമുക്ക് കുളിക്കാൻ വേണ്ടി സ്വാഭാവികമായി ഒഴുകി വരുന്ന വെള്ളം അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്. വളരെ നല്ല തണുത്ത വെള്ളമാണ് കുളിക്കാൻ. അവിടെ പലരും കുളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങോട്ടൊന്ന് ഷൂട്ട് ചെയ്യാഞ്ഞത്. ആ പേരിനെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ സ്റ്റാച്ചു തന്നെ വെച്ചിട്ടുണ്ട്, ഒരു മീനിൻ്റെ. നേരത്തെ കണ്ട വെള്ളം ഒരു അരുവി പോലെ ഒഴുകിയും വരുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരടുത്ത സ്പോട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ തുടരുക. ശുഭയാത്ര നേരുന്നു.